വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ഇന്ന് വയനാട്ടിൽ സമാപനമാണ്. വിഷൻ 2025 തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ രൂപരേഖ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവതരിപ്പിച്ചു. സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനാണ് യോഗത്തിൽ തീരുമാനം. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ദീപക്, ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്ന് സമാപനമാവുകയാണ്. യോഗത്തിലെ ഇതുവരെയുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വിജയമൊക്കെ ഉണ്ടല്ലോ, അത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശമായ രീതിയിൽ എങ്ങനെ അത് ശക്തമാക്കാൻ കഴിയുന്നു അല്ലേ? അതൊക്കെയാണ് അത് ഇതുവരെയുള്ള നേട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു യോഗമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് യോഗത്തിന്റെ വിശദാംശങ്ങൾ? ശ്രുതി, മൂന്ന് മുൻ KPCC പ്രസിഡന്റുമാർ വിട്ടുനിന്ന KPCC എക്സിക്യൂട്ടീവിൽ എല്ലാ നേതാക്കന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളെ കണക്കിലെടുത്ത് മുന്നോട്ട് പോകണം. മാത്രമല്ല, ഈ മതമേലധ്യക്ഷന്മാരെ മാത്രം കാണുന്ന കാഴ്ച ഒഴിവാക്കി സാധാരണക്കാരായ ജനങ്ങളെയും ഒപ്പം പൊതുസമൂഹത്തിനെയും കൃത്യമായി കൂടെ നിർത്തി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നലെ കൂടിയ KPCC മീറ്റിൽ ഉണ്ടായ പ്രധാന തീരുമാനം. മാത്രമല്ല, വോട്ട് അധികം ലഭിച്ചത് ആഘോഷിക്കേണ്ട, കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ള രീതിയിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങി ഉന്നത നേതാക്കന്മാർ അടക്കം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ KPCC അംഗങ്ങൾക്ക് നൽകിയിരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയായി തുടർന്നാൽ കോൺഗ്രസിന് സ്വന്തം പ്രത്യയശാസ്ത്രം വളർത്താനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പറയുകയും ചെയ്തു. ഏതായാലും ഈ മൂന്ന് മുൻ KPCC പ്രസിഡന്റുമാർ വിട്ടുനിന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പാണ്. മാത്രമല്ല, നിരന്തര കൂടിയാലോചനകളും വിലയിരുത്തലുകളുമാണ് പാർട്ടി പ്രവർത്തനത്തിൽ ആവശ്യം. ലക്ഷ്യമിട്ട പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാനുള്ള കഴിവ് താഴെത്തട്ടിലേക്ക് വരെ പകർന്നു നൽകണം എന്നുള്ള രീതിയിൽ നേതാക്കന്മാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ KPCC ക്യാമ്പിന് അന്ത്യമാവുകയാണ്. കൂടുതൽ ശക്തിയാർജിച്ച് തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന് തീരുമാനം. ഒപ്പം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിടെ വരികയാണ്. ഇനി കൂടുതൽ താഴെത്തട്ടിൽ ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡലം വരെയുള്ള ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും കാര്യക്ഷമമായ പ്രവർത്തനം നടത്തണം. അതുവഴി പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. BJPയെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കോൺഗ്രസിനെ ജനം തിരിച്ചറിഞ്ഞു എന്നുള്ള രീതിയിലും കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്നലെ നേതാക്കന്മാർ ഈ ക്യാമ്പിൽ പ്രധാനമായും പ്രതികരിച്ചത്. ഏതായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ക്യാമ്പ് അവസാനിക്കുക. ശ്രുതി. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്ന് സമാപിക്കുകയാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള സപ്ത റിസോർട്ടിൽ വെച്ചാണ് 2 ദിവസ ക്യാമ്പ് ഇന്നലെ ആരംഭിച്ചത്.